ഹലോ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ലൈക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് പൗഡർ ആണ് കേട്ടോ. 4 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ടാണ് ഞാനിന്ന് എൻ്റെ നട്ട്സ് പൗഡർ ഉണ്ടാക്കുന്നത്. ബദാം, പിസ്ത, കാഷ്യൂ, മക്കാന, ഇങ്ങനെ 4 ഐറ്റംസ് മാത്രമാണ് ഞാൻ ഇത്തവണ എടുത്തിട്ടുള്ളത്. പംകിൻ സീഡ്, വാൾനട്ട്, അതുപോലുള്ള പല നട്ട്സും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തവണ ഞാൻ 4 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ നട്ട്സ് പൗഡർ ഉണ്ടാക്കുന്നത്. ലൈക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ ഇത് ചേർത്തിട്ട് കൊടുക്കുന്നതാട്ടോ ഏറെ ഇഷ്ടം. കാരണം അവനക്ക് ആദ്യമൊക്കെ ഞാൻ കൊടുത്തിരുന്നത് ഇത് മാത്രം ഉണ്ടാക്കിയിട്ട് കുറുക്കായിരുന്നു. പക്ഷേ പിന്നീട് അവനക്ക് അതൊരു മടുപ്പ് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ബനാന കുറുക്ക് ഉണ്ടാക്കുകയാണെങ്കിലും റാഗി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഞാനിത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഓരോ കപ്പ് വീതം അതിൽ ചേർത്തിട്ട് ഉണ്ടാക്കും. ഇത് 2-3 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തെങ്കിലുള്ളൂ മിക്സിയിലൊക്കെ പൊടിക്കാൻ സിമ്പിളായിട്ട് പറ്റുള്ളൂ. ഏകദേശം റോസ്റ്റ് ചെയ്ത് കഴിയാനാകുമ്പോൾ തന്നെ അത് ചെറിയ ചെറിയ പൊട്ടലും അതുപോലെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ അത് മിക്സിയിലിട്ടിട്ട് അടിക്കണത്. ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്കിത് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയിലിട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ. എൻ്റെ മിക്സിൻ്റെ ജാറ് ചെറുതായതുകൊണ്ട് ഞാൻ 2 തവണ ആക്കിയിട്ടാട്ടോ ഇത് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒറ്റ തവണ ആക്കിയിട്ടും പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി ഇട്ടിട്ടാണ് 2 തവണ ആക്കിയിട്ട് പൊടിച്ചെടുക്കുന്നത്. പിന്നെ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് അരഞ്ഞു പോവരുത്. അരഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എണ്ണ വരും. അപ്പോൾ അത്രയ്ക്ക് വേണ്ട, ഒന്ന് നന്നായിട്ട് നൈസായി കിട്ടിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പാലിലാണെങ്കിലും സ്മൂത്തി അങ്ങനെ ഇതിലൊക്കെ നമുക്ക് മിക്സ് ചെയ്യാൻ നല്ല സുഖമാണ്. പിന്നെ കുട്ടികൾ തുപ്പിക്കളയണ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ലൈക്കൊക്കെ എന്തെങ്കിലും ഒന്ന് തടഞ്ഞാൽ അപ്പോൾ തുപ്പും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് കീപ്പ് ചെയ്യുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ജാർ തന്നെ എടുത്തിട്ട് അതിൽ സൂക്ഷിച്ച് വെക്കണം. 1 മന്ത് വരെ നമുക്ക് ഇതൊരു കേടും കൂടാതെ തന്നെ നമുക്ക് കുട്ടികൾക്കും അതേപോലെ വലിയ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. വെയിറ്റ് ലോസിലെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ.